ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്, ഞാൻ ഇന്ന് PC ഉപയോഗിക്കാൻ നേരം എൻ്റെ മൗസ് വർക്ക് ചെയ്യണില്ല. അപ്പോൾ മൗസ് വർക്ക് ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് സ്ക്രീൻ, അതായത് ഇപ്പോൾ ഒരു കീബോർഡ് ഉപയോഗിച്ച് മാത്രം നമ്മുടെ സ്ക്രീനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് നമ്മുടെ സ്ക്രീനെ കർസർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ കണ്ടന്റ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, എൻ്റെ വീഡിയോയും ചാനലും ഒക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മൗസ് ഇല്ല, Shift+Alt+ നംലോക്ക്, ഇതുപോലൊരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ അപ്പോൾ വരും. അത് യെസ് കൊടുക്കുക. ഈ കീസ് ഉപയോഗിച്ച് വേണം നമ്മൾ സ്ക്രോൾ ചെയ്ത് യെസ് കൊടുക്കാൻ. നംലോക്കിൻ്റെ ലൈറ്റ് കത്തിയിട്ടുണ്ടെന്ന് നോക്കുക. 8 ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മുകളിലോട്ട് പോകും, ഇതുപോലെ. പിന്നെ നമ്മൾ 4 വെക്കുമ്പം ലെഫ്റ്റിലോട്ട് പോകും. നമുക്ക് ഇപ്പോൾ നമുക്ക് സ്ക്രീനിനകത്ത് ലെഫ്റ്റിലേക്ക് പോകുന്നതാണ്. 6 കേൾക്കുമ്പോൾ റൈറ്റിലേക്ക് പോകും. നമ്മൾ 2 കേൾക്കുമ്പോൾ താഴോട്ട് പോകും. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് കർസർ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇനി പറയുന്നത് റിമോട്ട് മൗസ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. റിമോട്ട് മൗസ് എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അതേ വൈഫൈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാം. നമ്മുടെ ഈ പച്ച ആ സ്ക്രീനിൽ, മൊബൈലിലെ സ്ക്രീനിൽ നമ്മൾ കർസർ നമുക്ക് മൂവ് ചെയ്യാം നമ്മുടെ ഫിംഗേഴ്സ് കൊണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ കീബോർഡ് ഉപയോഗിക്കാവുന്നതാണ്.